ഭാരതത്തിൻ്റെ ധനമന്ത്രി ശ്രീമതി നിർമ്മല സീതാരാമൻ ഇന്നലെ പാർലമെൻറ്റിൽ ബഡ്ജറ്റ് അവതരിപ്പിക്കുകയുണ്ടായി. ആ ബഡ്ജറ്റിന് പ്രകാരം ശമ്പള വരുമാനക്കാർക്ക് ഇൻകം ടാക്സിൽ വളരെയധികം നേട്ടം ഉണ്ടായിട്ടുണ്ടെന്നാണ് പത്രക്കാരെല്ലാവരും പറയുന്നത്. അതിലെത്രമാത്രം വാസ്തവമുണ്ടെന്ന് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. ഇപ്പോൾ ഇവിടെ ഞാനൊരു എക്സാമ്പിൾ എടുക്കുന്നത് 18,75,000 രൂപ വാർഷിക വരുമാനം ഉള്ള ഒരാൾക്ക് ഈ വർഷത്തെ ഇൻകം ടാക്സിൽ നിന്നും എത്രത്തോളം ലാഭം അടുത്ത വർഷത്തെ ഇൻകം ടാക്സിൽ ഉണ്ടാകും അതിനെക്കുറിച്ച് ഒന്ന് സ്റ്റഡി നടത്തുകയാണ് ഈ വീഡിയോയിലൂടെ. ഇപ്പോൾ 2024-25 ഇതാണ് ഇപ്പോഴത്തെ സാമ്പത്തിക വർഷം. ഒരാളുടെ ശമ്പള വരുമാനം 18,75,000 ആണെന്ന് അസ്യൂം ചെയ്യുക. ഇവിടെ 2024-25 സാമ്പത്തിക വർഷത്തിൽ നമുക്ക് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ 75,000 രൂപയുണ്ടെന്നറിയാം. അപ്പോൾ 18,75,000 നിന്നും 75,000 രൂപ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ കുറച്ചാൽ അയാളുടെ വാർഷിക വരുമാനം 18 ലക്ഷം രൂപയാണ്. ഈ 18 ലക്ഷം രൂപയ്ക്ക് അയാൾ എത്രമാത്രം ഇൻകം ടാക്സ് കൊടുക്കണം എന്ന് നമുക്കൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. അതിനൊരു സ്ലാബുണ്ട്, 2024-25 സ്ലാബ്. ആ സ്ലാബ് പ്രകാരം 3 ലക്ഷം രൂപ വരെ വരുമാനമുള്ളവർക്ക് ഇൻകം ടാക്സ് നില്ലാണ്. ഇനി 3 ലക്ഷത്തിനും 6 ലക്ഷത്തിനും ഇടയ്ക്ക് വരുമാനമുള്ളവരാണെങ്കിൽ അവർക്ക് 3 ലക്ഷം രൂപയാണ് ഇവിടെ വരുന്നത്. അതിന് 5% ഇൻകം ടാക്സ് കൊടുക്കണം. 15,000 രൂപ ഇൻകം ടാക്സ് വരും. ഇനി 9 ലക്ഷം രൂപയാണ് ഇൻകം എന്ന് വെച്ചോളൂ. അപ്പോൾ 6 ലക്ഷത്തിനും 9 ലക്ഷത്തിനും ഇടയ്ക്കുള്ള വരുമാനത്തിന് 10%. ഇത് 3 ലക്ഷമാണ്. 3 ലക്ഷത്തിൻ്റെ 10% 30,000 രൂപ. ഇനി അയാളുടെ എമൗണ്ട് 18 ലക്ഷമാണ്. അപ്പം 9നും 12നും മേളിലാണ് 18 ലക്ഷം. അപ്പോൾ 9നും 12നും ഇടയ്ക്ക് അയാളുടെ ഇൻകം ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പം ഇതിവിടെ 3 ലക്ഷമാണ്. 3 ലക്ഷത്തിൻ്റെ 15% എന്ന് പറയുന്നത് 45,000 രൂപ. അതായത് 15,000 വെച്ച് കൂടി വരികയാണ്. ഇനി 9നും ഇനി 12നും 15നും ഉള്ള 18 ആണ് അയാളുടെ വരുമാനം. അതുകൊണ്ട് ഈ സ്ലാബിൽ കിടക്കും. അതുകൊണ്ട് 12നും 15നും ഇടയ്ക്ക് 3 ലക്ഷത്തിന് 20% കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പം 60,000 രൂപ. ഇനി 15 ലക്ഷത്തിന് മേളിലോട്ട് 30% ഇൻകം ടാക്സ്. ഇയാളുടെ 15 ലക്ഷം, ഇയാളുടെ ശമ്പളം 18 ലക്ഷമായതുകൊണ്ട് 3 ലക്ഷം രൂപ അധികം വരുന്നുണ്ട്. 15 ലക്ഷത്തിന് മേളിൽ വരുന്നുണ്ട്. അപ്പോൾ അതിന് 30% കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 90,000 രൂപ. ഈ മൊത്തത്തിൽ ഇത് ആഡ് ചെയ്ത് നോക്കണം. ഇതാണ് ഇയാളുടെ ഓരോ സ്ലാബിലുള്ള ടാക്സ്. ഇതാണ് ഇത് ആഡ് ചെയ്യുമ്പോൾ 2,40,000 രൂപയാണ് വരുന്നത്. അതിന് 4% എഡ്യൂക്കേഷൻ സെസ്സും ഹയർ എഡ്യൂക്കേഷൻ സെസ്സും കൊടുക്കുമ്പോൾ 9,600 കൂടെ ആഡ് ചെയ്യണം. അപ്പോൾ ഇതെല്ലാം കൂടെ ആഡ് ചെയ്തിപ്പോൾ 2,49,600 രൂപയാണ് 18,75,000 രൂപ വാർഷിക വരുമാനം ഉള്ള ഒരാളുടെ ഇൻകം ടാക്സ് 2024-25 ഫിനാൻഷ്യൽ ഇയറിൽ. ഇനി നമുക്ക് 2025-26 സാമ്പത്തിക വർഷത്തിൽ ഈ 18,75,000 രൂപ ശമ്പള വരുമാനം ഉള്ള ഒരാളുടെ ഇൻകം ടാക്സ് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ 75,000 രൂപ മാറ്റമില്ല. അപ്പോൾ 18,75,000 നിന്നും 75,000 രൂപ സബ്ട്രാക്ട് ചെയ്താൽ 18 ലക്ഷം രൂപ. ഇനി ഓരോ സ്ലാബിലുള്ള അയാളുടെ ടാക്സ് നമുക്ക് നോക്കാം. അയാളുടെ വരുമാനം 18 ലക്ഷം രൂപയാണ്. അപ്പോൾ ആദ്യത്തെ സ്ലാബിൽ 4 ലക്ഷം രൂപ വരെ ഇൻകം ടാക്സ് നില്ലാണ്. ഇനി രണ്ടാമത്തെ സ്ലാബ് 4 ലക്ഷം തൊട്ട് 8 ലക്ഷം രൂപ വരെ 5%. അതായത് 4 ലക്ഷത്തിൻ്റെ 5% എന്ന് പറയുന്നത് 20,000 രൂപ. അടുത്തത് 8 തൊട്ട് 12 ലക്ഷം രൂപ വരെ 10% അയാളുടെ ഇൻകം ടാക്സ് വരുന്നത്. അപ്പോൾ 4 ലക്ഷത്തിൻ്റെ 10% 40,000 രൂപ. ഇനി 12 ലക്ഷത്തിനും 16 ലക്ഷത്തിനും ഇടയ്ക്ക് സ്ലാബ് 15%. ഈ 4 ലക്ഷത്തിന് 15% വെച്ച് 4 ലക്ഷത്തിൻ്റെ 15% എന്ന് പറയുന്നത് 60,000 രൂപയാണ്. പിന്നെ 18 ലക്ഷമേ ഉള്ളൂ വരുമാനം. 16 തൊട്ട് 20 വരെ 20%. അതിൽ നമുക്ക് വരുന്ന ഈ സ്ലാബിൽ നമുക്ക് വരുന്ന വരുമാനം 2 ലക്ഷമാണ്. ആ 2 ലക്ഷത്തിൻ്റെ 20% എന്ന് പറഞ്ഞാൽ 40,000 രൂപ. ഇതാണ് ഇയാളുടെ ഇൻകം ടാക്സ് വരുന്നത് ഓരോ സ്ലാബിലുള്ള. ഇത് ആഡ് ചെയ്യുമ്പോൾ 1,60,000 രൂപയാണ് ഇൻകം ടാക്സ് വരുന്നത്. സെസ് 4%. അപ്പോൾ 6,400 രൂപ. ടോട്ടൽ 1,66,400 രൂപ. നേരത്തെ 2024-25 നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് 2,49,600 രൂപയാണ്. ഇനി വരാൻ പോകുന്ന സാമ്പത്തിക വർഷം 1,66,400 രൂപ ഇൻകം ടാക്സ്. അപ്പോൾ അയാൾക്കുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ 83,200 രൂപയാണ് ഇൻകം ടാക്സിൽ അയാൾക്ക് ഉണ്ടാകുന്ന ലാഭം. ഇതേപോലെ ഈ 18,75,000 സ്ഥാനത്ത് നിങ്ങളുടെ ഇൻകം കൊടുത്തിട്ട് ഓരോ സ്ലാബിലുള്ള ടാക്സ് നിങ്ങൾ കാൽക്കുലേറ്റ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കുമുള്ള ലാഭം എത്രയാണെന്ന് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് കഴിയും.